സഞ്ജുവും ബട്ട്ലറും ഈ കൂട്ടുകെട്ട് ഏറെ ഇഷ്ടമായിരുന്ന റോയൽസ് ആരാധകർ ഏറെ വിഷമത്തോടെ ഉൾക്കൊണ്ട ഒന്നായിരുന്നു ജോസ് ബട്ട്ലറെ മെഗാ താരലേലത്തിന് മുൻപ് നിലനിർത്തിയില്ല എന്നത്. താരലേലത്തിൽ തിരിച്ചുപിടിക്കാം എന്ന് കരുതിയപ്പോഴും പേഴ്സ് മണി നന്നേ കുറഞ്ഞ റോയൽസിന് അതിന് സാധിച്ചില്ല. ഗുജറാത്ത് ടൈറ്റൻസ് താരത്തെ 15.75 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ IPL 2025 സീസൺ ആരംഭിച്ചത് മുതൽ ബട്ട്ലർ റോയൽസിനെ വീണ്ടും തന്റെ പ്രകടനത്തിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ നിന്നു. എന്തെന്നാൽ ബട്ട്ലറെ വിട്ടുകളഞ്ഞ തീരുമാനം തെറ്റായിപ്പോയി എന്ന് റോയൽസ് ആരാധകരും അതേ നിലപാടിൽ തന്നെ നിന്നു. അങ്ങനെ നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റ് വീശാൻ ബട്ട്ലർ എത്തിയപ്പോൾ അവിടെ പ്രകടനം മോശമാക്കിയില്ല എങ്കിലും 25 പന്തിൽ 36 റൺസ് നേടി ബട്ട്ലർ പുറത്തായി. റോയൽസിനെതിരെ ബട്ട്ലറിന് പൊരുതാനാകാതെ ഔട്ടാകേണ്ടി വന്നു. എന്നാൽ സീസണിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കിയാൽ ബട്ട്ലർ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. റോയൽസ് നിലനിർത്തിയ ചില താരങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നതായിരുന്നു ബട്ട്ലറിന്റെ പ്രകടനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരങ്ങളിൽ റോയൽസ് പ്രധാന എതിരാളിയായി കണ്ട താരങ്ങളിൽ ഒരാൾ ബട്ട്ലർ തന്നെയായിരുന്നു. ഗുജറാത്ത് ഹൈദരാബാദിനെ നേരിട്ട മത്സരത്തിൽ മാത്രമാണ് ബട്ട്ലർ ഒരു റൺ പോലും നേടാനാകാതെ ഔട്ടാകുന്നത്. എന്നാൽ ബംഗളൂരുവുമായുള്ള പോരിൽ ഗുജറാത്തിന്റെ വിജയശില്പികളിൽ ഒരാൾ ബട്ട്ലർ ആയിരുന്നു. ആ സമയമാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകർ വീണ്ടും വിമർശനവുമായി എത്തുന്നത്. കൈവിട്ടു കളഞ്ഞത് മാണിക്യത്തെയാണ് എന്ന റോയൽസിനെ ആരാധകർ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് കാണിച്ച അബദ്ധം ഗുജറാത്ത് ടൈറ്റൻസിന്റെ നേട്ടമായി. അത് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പഞ്ചാബ് കിങ്സിന് എതിരെയായിരുന്നു ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആദ്യ മത്സരം. 33 പന്തുകളിൽ 4 ഫോറുകളും 2 സിക്സറുകളും അടക്കം 54 റൺസാണ് ഈ കളിയിൽ ബട്ട്ലർ നേടിയത്. മുംബൈ ഇന്ത്യൻസിനെതിരെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ 24 പന്തിൽ 5 ഫോറുകളും 1 സിക്സറും അടക്കം 39 റൺസാണ് ബട്ട്ലർ സ്കോർ ചെയ്തത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് എതിരെ നടന്ന കളിയിൽ ബട്ട്ലർ ചിലർക്കെല്ലാം മറുപടി കൊടുക്കും വിധമുള്ള പ്രകടനം കാഴ്ചവെച്ചു. വെറും 39 പന്തുകളിൽ 73 റൺസ് എടുത്ത് താരം പുറത്താകാതെ നിന്നു. 5 ഫോറുകളും 6 സിക്സറുകളുമാണ് ഈ കളിയിൽ ബട്ട്ലറിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. ബട്ട്ലറിന്റെ ഈ കിടിലൻ ഫോം ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം സമ്മാനിക്കുന്നതുമാണ്. എന്നാൽ ഇന്ന് അധിക നേരം ക്രീസിൽ തുടരാൻ സാധിച്ചില്ല. മൂന്നാമനായി ഇറങ്ങിയ ബട്ട്ലറിന് ഏറെ നേരം സ്ട്രൈക്ക് ലഭിച്ചില്ല. മറുവശത്ത് നിന്ന ഗുജറാത്തിന്റെ ഓപ്പണർ സായി സുദർശൻ ബൗണ്ടറികൾ കടത്തുന്നതിന്റെ തിരക്കിലായിരുന്നു. ഇതിൽ തനിക്ക് നേരെ വന്ന 25 പന്തുകളിൽ 5 തവണ ബൗണ്ടറി കടത്തിയ ബട്ട്ലർ 36 റൺസ് നേടി മഹേഷ് തീക്ഷ്ണയുടെ പന്തിൽ ഔട്ടാവുകയായിരുന്നു. ഇന്ന് ചിലപ്പോൾ റോയൽസ് ആരാധകർ പോലും ബട്ട്ലറിന്റെ ഒരു കിടിലൻ ഇന്നിംഗ്സ് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ പൊരുതി വീണുപോയ ബട്ട്ലറെയാണ് കാണാൻ സാധിച്ചത്. IPL ആരംഭിക്കുന്നതിന് മുൻപേ സഞ്ജു പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ പറയാതെ വയ്യ. ഈ സീസണിൽ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞതിന്റെ വിഷമത്തിൽ നിന്ന് താൻ ഇതുവരെ മോചിതനായിട്ടില്ല എന്നായിരുന്നു സഞ്ജു ബട്ട്ലറെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്തായാലും റോയൽസിനെതിരെയുള്ള ബട്ട്ലറിന്റെ ആദ്യ മത്സരത്തിൽ അധികം പൊരുതാനാകാതെ വീഴാനാണ് ഇടയായത്. ഇനി ഏപ്രിൽ 28-ാം തീയതിയാണ് ഗുജറാത്തും രാജസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടുന്നത്. അന്ന് ബട്ട്ലറിന്റെ സംഹാര താണ്ഡവം ഉറപ്പായും കാണാമെന്നാണ് ഇപ്പോൾ ബട്ട്ലർ ആരാധകർ പറഞ്ഞു വെക്കുന്നത്.